ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ടെക് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് എംഐന്റെ ഒരു അടിപൊളി ഔട്ട്ഡോർ ക്യാമറ ആണ്. ഇതൊരു ഔട്ട്ഡോർ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് മഴയുള്ള സ്ഥലത്തും വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉള്ള അടിപൊളി HD ക്യാമറയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തെക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. വേറെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കാതിർ വെള്ളരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ഒരു ക്യാമറ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ പുറത്തൊരു കവറിങ് ഉണ്ടായിന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്, കാരണം ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് MI ഔട്ട്ഡോർ സെക്യൂരിറ്റി ക്യാമറ HD എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഫുൾ കിറ്റാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ബാക്ക് സൈഡിൽ ഒരു ഫോട്ടോ തന്നെ ഉള്ളൂ, ബാക്കി കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഏതായാലും ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സ്റ്റിക്കർ കാണുന്നുണ്ട്. നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നമുക്കൊരു വാർണിംഗ് ആയിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാം. പിന്നെ 2 യൂസർ മാനുവൽ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു റിസീവർ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം. അതുപോലെ തന്നെ ഒരു അടിപൊളി ക്യാമറ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ചൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ക്യാമറ തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ബാറ്ററി ഒക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ ഫുൾ ടൈം ചാർജിങ്ങിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്യാമറ എനിക്ക് തോന്നുന്നത് ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു ചാർജിങ്ങിൽ ഇട്ടാൽ മതി എന്നാണ് തോന്നുന്നത്. നമ്മൾ ഏതായാലും പരിശോധിച്ച് നോക്കിയിട്ട് വിവരം നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബോക്സിലേക്ക് തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ അകത്തായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു സ്ക്രൂ കിറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്, ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ള. പിന്നെ ഇതിലൊരു LAN കേബിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്സിൻ്റെ ഒരു കേബിളും കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്കേജിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് കാണാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു സാധനമാണ് ഈ ക്യാമറൻ്റെ റിസീവർ. ഇതിലാണ് നമ്മൾ മെമ്മറി കാർഡ് അല്ലെങ്കിൽ പെൻഡ്രൈവ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ സാധനം ഫുൾ ടൈം ചാർജിങ്ങിൽ കണക്ട് ചെയ്യുന്ന നിർബന്ധമാണ്. ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വൈഫൈ ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് LAN കേബിൾ ഉപയോഗിച്ചിട്ടും ആണെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വയർലെസ് ആയിട്ടും കണക്ട് ചെയ്യാം. ഞാനിത് വയർലെസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സാധനം കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും. ഫസ്റ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓറഞ്ച് ബ്ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുക. ഓറഞ്ച് ബ്ലിങ്ക് ചെയ്യുമ്പോൾ പാരിംഗ് മോഡിലാണുള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ MIൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ക്യാമറ എടുത്തതിന് ശേഷം ക്യാമറയുടെ ഇവിടെ ആയിട്ട് ഒരു പവർ ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്. ഈ ഒരു ക്യാമറ ഫസ്റ്റ് നമ്മൾ വാങ്ങിയതിന് ശേഷം ഫുള്ളായിട്ട് ചാർജിങ്ങിലിട്ട് വെക്കുക. അതിനുശേഷം ഫുള്ളായതിനു ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ പവർ ബട്ടൺ അമർത്തിയിട്ട് പവർ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇതുണ്ട്. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് MIൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ആപ്ലിക്കേഷൻ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ക്യാമറ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഫിറ്റ് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ആ ഒരു ക്യാമറ അതുപോലെ ഫിറ്റ് ചെയ്ത് ഇനി നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്താൽ അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിവൈസ് ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കണക്ട് ചെയ്തൊക്കെ. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസിൽ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ പേര് കാണിക്കും, ക്യാമറൻ്റെ പേര്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇതിൽ റെക്കോർഡ് ലൈവായിട്ടുള്ള ആ വീഡിയോൻ്റെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്ത സ്ഥലത്തേ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്യാമറ ഞാൻ തൽക്കാലം എൻ്റെ മുഖത്തേക്ക് തന്നെ തിരിച്ച് നോക്കുകയാണ്. ഇതിൻ്റെ ക്ലാരിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല വൈഡും കിട്ടുന്നുണ്ട് ഈ ഒരു ക്യാമറയിൽ. ഒരുപാടുണ്ട്. ഞാൻ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വീഡിയോ കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരാം.